ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ആഗോള എണ്ണ വിപണിയെയും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന പുതിയ സംഭവ വിക്രിയകൾക്കാണ് ഈ തന്ത്രപ്രധാന നീരൊഴുക്ക് സാക്ഷ്യം വഹിക്കുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട 2 എണ്ണ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി ഐക്യ അറബ് എമിറേറ്റ്സ് വെളിപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ആക്രമണമുണ്ടായത്. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയുടെ നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് സ്വന്തം കപ്പലുകൾ ലക്ഷ്യമിടപ്പെട്ടത് UAE കടുത്ത അമർഷത്തിലാഴ്ത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വ്യാപാര സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധ പതിപ്പിക്കുന്നതിനിടയിലാണ് തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ വീണ്ടും സ്ഫോടനാത്മകമായ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നത്. സംഭവത്തെ കടുപ്പമേറിയ ഭാഷയിലാണ് ഐക്യ അറബ് എമിറേറ്റ്സ് വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചിരിക്കുന്നത്. ഇറാൻ നടത്തിയ ശത്രുതാപരമായ ആക്രമണമാണിതെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച UAE മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെയും വ്യാപാര സ്വാതന്ത്ര്യത്തിന്റെയും തുറന്ന ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയ UAE വിദേശകാര്യ മന്ത്രാലയം ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് UAE നേരിട്ട് ആരോപിക്കുന്നു. ലോകത്തെ സാമ്പത്തികമായി വിരട്ടാനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ആയുധമായി ഇറാൻ ഹോർമൂസ് കടലിടുക്കിനെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് UAE ആരോപിച്ചു. സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ആഗോള എണ്ണ വിപണിയിൽ കൃത്രിമമായി പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ഇറാന്റെ വിപ്ലവ ഗാർഡുകളുടെ ലക്ഷ്യമെന്നും അബുദാബി ചൂണ്ടിക്കാണിക്കുന്നു. ഭാഗ്യവശാൽ ആക്രമണത്തിൽ ജീവഹാനിയോ ആർക്കും പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് വലിയൊരു ആശ്വാസമായി മാറിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ആക്രമണത്തിന് ഇരയായ 2 എഡിനോ കപ്പലുകൾക്കും എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇതുവരെ പൂർണ്ണമായി വ്യക്തമായിട്ടുമില്ല. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കാൻ വിദഗ്ധ സംഘങ്ങൾ പരിശോധന നടത്തി വരികയാണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ആരോപണങ്ങളോട് ടെഹ്റാൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതിലേക്ക് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. വിഷയം അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തർക്കങ്ങൾക്ക് വഴിതുറക്കാൻ സാധ്യതയുള്ളതിനാൽ ഇറാന്റെ ഔദ്യോഗിക പ്രസ്താവന വളരെ നിർണായകമായിരിക്കും. ലോകത്ത് ഉപഭോഗം ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 5 ഭാഗവും കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഒമാനും ഇറാന്റെ തെക്കൻ തീരത്തിനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടൽപാത ആഗോള ഇന്ധന സുരക്ഷയിൽ അതിപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. ഇത്തരമൊരു പാതയിൽ എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ വഴിവെക്കുമെന്ന ആശങ്കയും ശക്തമാണ്. പേർഷ്യൻ ഉൾക്കടലിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് എന്നിവർക്ക് പുറത്തേക്ക് എണ്ണ കയറ്റി അയക്കാൻ ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ഒരേയൊരു വഴി ഹോർമൂസ് മാത്രമാണ്. അതിനാൽ തന്നെ ഈ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഊർജ ആവശ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. സമുദ്ര സുരക്ഷയെയും ആഗോള സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കുന്ന ഇത്തരം നടപടികൾ തുടരുകയാണെങ്കിൽ മേഖലയിൽ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാമെന്ന മുന്നറിയിപ്പും നയതന്ത്ര വിദഗ്ധർ നൽകുന്നുണ്ട്. നേരത്തെയും ഈ മേഖലയിൽ US നാവികസേനയും ഇറാന്റെ വിപ്ലവ ഗാർഡുകളും തമ്മിൽ കൊമ്പുകോർക്കലുകൾ ഉണ്ടായിട്ടുള്ളതിനാൽ ഇപ്പോഴത്തെ സംഭവം കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് വഴി തുറന്നേക്കാം. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുൻപും സമാനമായ രീതിയിൽ വിദേശ കപ്പലുകൾ പിടിച്ചെടുക്കുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ തന്ത്രമായാണ് ഇറാൻ പലപ്പോഴും ഈ സമുദ്രപാതയെ ഉപരോധ ഭീഷണിയിൽ നിർത്തുന്നത്. എന്നാൽ അയൽ രാജ്യമായ UAE ഉടമസ്ഥതയിലുള്ള ഊർജ ഭീമന്റെ കപ്പലുകൾ നേരിട്ട് ആക്രമിക്കപ്പെട്ടത് മേഖലയിലെ അറബ് ഇറാൻ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തും. ഇക്കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇറാന്റെയും UAE നയതന്ത്ര ബന്ധങ്ങളിൽ ചില പുരോഗതികൾ പ്രകടമായിരുന്നുവെങ്കിലും പുതിയ സംഭവം ഈ ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ്. നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും നടത്തിവന്ന സംഭാഷണങ്ങളെയും ചർച്ചകളെയും ഈ സൈനിക നീക്കം പൂർണ്ണമായി വഴിതിരിച്ചുവിടും. അന്താരാഷ്ട്ര നാവിക സുരക്ഷാ സഖ്യങ്ങൾ ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. റെഡ് സീയിലും പേർഷ്യൻ ഉൾക്കടലിലും അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന കപ്പൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ മേഖലയിൽ നാവിക പട്രോളിംഗ് ശക്തമാക്കാൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ അന്താരാഷ്ട്ര സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി UAE സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന തൂണുകളിൽ ഒന്നാണ്.
എഡിനോ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് UAE സംബന്ധിച്ച് കേവലം ഒരു നാവിക തടസ്സം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ദേശീയ ആസ്തികൾക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും നേരിട്ടുള്ള ഭീഷണിയായാണ് അവർ കാണുന്നത്. അതിനാൽ തന്നെ ശക്തമായ തിരിച്ചടികളിലേക്ക് നീങ്ങാൻ UAE നിർബന്ധിതരായേക്കും. ഇൻഷുറൻസ് കമ്പനികൾ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്കുള്ള പ്രീമിയം തുക കുത്തനെ കൂട്ടാൻ ഈ ആക്രമണം കാരണമാകും. ഇത് അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിന്റെ ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കും. സമുദ്രഗതാഗതം കൂടുതൽ അപകടകരമായി മാറുന്നത് ആഗോള വിതരണ ശൃംഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇടയാക്കും. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഐക്യരാഷ്ട്ര സഭയും മറ്റ് അന്താരാഷ്ട്ര സമിതികളും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും മേഖല കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടപ്പെടാതിരിക്കാനും ശക്തമായ നയതന്ത്ര സമ്മർദ്ദങ്ങൾ അത്യന്താപേക്ഷിതമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഇറാൻ നടത്തുന്ന പ്രതികരണവും തുടർന്നുള്ള UAEയുടെ നയതന്ത്ര സൈനിക നീക്കങ്ങളും മിഡിൽ ഈസ്റ്റിന്റെ നാളത്തെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ തീപ്പൊരി ആഗോളതലത്തിൽ തന്നെ വൻ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നതിൽ സംശയമില്ല.